9ാം ക്ലാസ്സിലെ ദുറൂസിൻ്റെ 4ാമത്തെ പാഠമാണ് നമ്മളിന്ന് നോക്കുന്നത്. പാഠം 4 അൽ ഇഖ്ലാസ്, ആത്മാർത്ഥത. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിശ്ചയമായും അമലുകൾ സ്വീകരിക്കുന്നത് നിയ്യത്തുകൾ കൊണ്ടാണ്. ഓരോ മനുഷ്യനും അവൻ ഉദ്ദേശിച്ചതുണ്ട്. ആരുടെയെങ്കിലും ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണെങ്കിൽ അവൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. ഇനി ദുന്യവിയായ ഒരാവശ്യം നേടാനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനോ വേണ്ടിയാണെങ്കിൽ ഏതിലേക്കാണോ അവൻ ഹിജ്റ പോയത് അതിലേക്കാണ് അവൻ്റെ ഹിജ്റ. ഓരോ പ്രവൃത്തിയും അത് ചെയ്യുന്നവൻ്റെ ഉദ്ദേശമനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നത്. നിസ്കാരം, സക്കാത്ത്, ജിഹാദ് പോലെയുള്ള പ്രത്യക്ഷത്തിൽ സൽക്കർമ്മമായതുപോലും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാവാനും കൂലി ലഭിക്കാനും അള്ളാഹുവിന് വേണ്ടിയാണെന്നുള്ള ഉദ്ദേശത്തെ ആത്മാർത്ഥമാക്കേണ്ടതുണ്ട്. അള്ളാഹു പറഞ്ഞു, കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മറ്റൊന്നിനെയും പങ്കുചേർക്കാതെ ആരാധനയിലുള്ള ഉദ്ദേശത്തെ അള്ളാഹുവിനു വേണ്ടി മാത്രമാക്കുക എന്നതാണ് ആത്മാർത്ഥത. ജനങ്ങൾ കാണാൻ വേണ്ടിയും സ്വാലിഹായ മനുഷ്യനാണെന്ന് പറയാൻ വേണ്ടിയും നിസ്കരിക്കുന്നവൻ്റെയും അവർക്കിടയിൽ നേതാവാകാനും ധർമ്മിഷ്ഠനാണെന്ന് പ്രശസ്തിയാർജിക്കാനും പരസ്യമായി സ്വതക്ക ചെയ്യുന്നവൻ്റെയും അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അസ്വീകാര്യമാണ്. ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് ആരാധന ചെയ്യുമ്പോൾ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതെ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആരാധന ചെയ്യുകയാണെങ്കിൽ അതാണ് ആത്മാർത്ഥത എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൂടാതെ ജനങ്ങൾ കാണാൻ വേണ്ടിയും അതുപോലെ സ്വാലിഹാണെന്ന് പറയിക്കാൻ വേണ്ടിയൊക്കെ നിസ്കരിക്കുക, അതുപോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടും പ്രശസ്തി നേടാൻ വേണ്ടിയിട്ടും സ്വതക്ക ചെയ്യുന്നവനും അവരുടെ അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, ഖിയാമത്ത് നാളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് ഷഹീദായ ഒരു മനുഷ്യനെയാണ്. അവനെ കൊണ്ടുവന്ന് അവനു കിട്ടിയ അനുഗ്രഹമെല്ലാം ബോധിപ്പിക്കുമ്പോൾ അവൻ അത് അംഗീകരിക്കും. എന്നിട്ട് ചോദിക്കും, നീ എന്താണ് ഈ അനുഗ്രഹങ്ങളെ കൊണ്ട് ചെയ്തത്? അവൻ പറയും, എൻ്റെ മാർഗത്തിൽ ഷഹീദാവുന്നതുവരെ ഞാൻ യുദ്ധം ചെയ്തു. അള്ളാഹു പറയും, നീ കള്ളമാണ് പറഞ്ഞത്. നീ യോദ്ധാവാണെന്ന് പറയപ്പെടാൻ വേണ്ടി യുദ്ധം ചെയ്യുകയും അത് പറയപ്പെടുകയും ചെയ്തു. അങ്ങനെ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. രണ്ടാമതായി വിചാരണ ചെയ്യപ്പെടുന്നത് ഇൽമ് പഠിക്കുകയും പഠിപ്പിക്കുകയും പരിശുദ്ധമായ ഖുർആൻ ഓതുകയും ചെയ്ത മനുഷ്യനെയാണ്. അവനെ കൊണ്ടുവന്ന് കിട്ടിയ അനുഗ്രഹമെല്ലാം ബോധിപ്പിക്കുമ്പോൾ അവൻ അംഗീകരിക്കും. എന്നിട്ട് ചോദിക്കും, നീ എന്താണ് ഈ അനുഗ്രഹങ്ങളെ കൊണ്ട് ചെയ്തത്? അവൻ പറയും, ഞാൻ ഇൽമ് പഠിക്കുകയും പഠിപ്പിക്കുകയും നിനക്ക് വേണ്ടി ഖുർആൻ ഓതുകയും ചെയ്തു. അള്ളാഹു പറയും, നീ കള്ളമാണ് പറഞ്ഞത്. പണ്ഡിതനാണെന്ന് പറയപ്പെടാൻ വേണ്ടി നീ ഇൽമ് പഠിക്കുകയും ഖാരി ആണെന്ന് പറയപ്പെടാൻ വേണ്ടി ഖുർആൻ ഓതുകയും അത് പറയപ്പെടുകയും ചെയ്തു. അങ്ങനെ അള്ളാഹു മലക്കുകളോട് അവനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി കൽപ്പിക്കും. മൂന്നാമതായി ധാരാളം സമ്പത്ത് നൽകിയ ഒരു മനുഷ്യനെയാണ് വിചാരണ ചെയ്യുക. എല്ലാ രീതിയിലുമുള്ള സമ്പത്ത് അവന് നൽകി അള്ളാഹു അവന് ചെയ്ത അനുഗ്രഹങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവൻ അത് അംഗീകരിച്ചു. അള്ളാഹു ചോദിച്ചു, നീ എന്താണ് ഈ അനുഗ്രഹങ്ങളെ കൊണ്ട് ചെയ്തത്? അവൻ പറയും, നീ ഇഷ്ടപ്പെടുന്ന എല്ലാ മാർഗത്തിലും ഞാനത് ചെലവഴിച്ചു. അവനോട് പറയും, നീ കള്ളമാണ് പറഞ്ഞത്. നീ ധർമ്മിഷ്ഠനാണെന്ന് പറയപ്പെടാൻ വേണ്ടി ചെലവഴിക്കുകയും അത് പറയപ്പെടുകയും ചെയ്തു. ശേഷം അവനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ കൽപ്പിക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു അമൽ സ്വീകരിക്കുന്നതിലും മടക്കുന്നതിലും എത്രത്തോളം ഉദ്ദേശശുദ്ധി പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് നിനക്ക് ഇതിലൂടെ കാണാം. ജനങ്ങൾക്ക് മുന്നിൽ ഇതെല്ലാം നിസ്കാരത്തിൻ്റെയും സ്വതക്കയുടെയും
ഹജ്ജിൻ്റെയും രൂപത്തിൽ ആയതുകൊണ്ട് ഇന്നാലിന്നവൻ നിസ്കരിച്ചു, സ്വതക്ക ചെയ്തു, ഹജ്ജ് ചെയ്തു എന്ന് ജനങ്ങൾ പറയുന്നു. ശർഅ് കൽപ്പിക്കപ്പെട്ട പ്രത്യക്ഷമായ അമലുകൾ അവൻ ചെയ്തു. പക്ഷേ അല്ലാഹുവിൻ്റെ അടുക്കൽ അസ്വീകാര്യവും അവൻ്റെ നിയ്യത്തനുസരിച്ച് ശിക്ഷയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതുമാണ്. അല്ലാഹു പറഞ്ഞു, നിസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരും ആളുകളെ കാണിക്കാനായി പ്രവർത്തിക്കുന്നവരും പരോപകാര വസ്തുക്കൾ തടഞ്ഞുവെക്കുന്നവരുമായ നമസ്കാരക്കാർക്കുണ്ട് മഹാനാശം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വന്നു. എന്നിട്ട് ചോദിച്ചു, ഗനീമത്ത് ധനത്തിന് വേണ്ടി ഒരാൾ യുദ്ധം ചെയ്യുന്നു, മറ്റൊരാൾ പ്രശസ്തിക്ക് വേണ്ടിയും മറ്റൊരാൾ തൻ്റെ സ്ഥാനം കാണിക്കാൻ വേണ്ടിയും. ഇവരിൽ ആരാണ് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവൻ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, അല്ലാഹുവിൻ്റെ വചനം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തതാരാണോ അവനാണ് അല്ലാഹുവിൻ്റെ മാർഗത്തിലെ യോദ്ധാവ്. അല്ലാഹു നമ്മുടെ അമലുകളെ നിഷ്ഫലമാക്കുന്ന നിയ്യത്തിൽ നിന്നും കാവൽ നൽകട്ടെ. അടുത്തത് തദ്രീബാത്ത്. നുക്കമ്മിൽ പൂരിപ്പിക്കുക. അതിലാദ്യത്തെ ക്വസ്റ്റ്യൻ, അർ റജുലു യുഖാത്തിലു ലിൽ മഗ്നമി ഡാഷ് ഫഹുവ ഫീ സബീലില്ലാ. അപ്പോൾ അതിൻ്റെ വരികൾ വരുന്നത് ഈ പാഠത്തിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളതാണ്. അർ റജുലു യുഖാത്തിലു ലിൽ മഗ്നമി വർ റജുലു യുഖാത്തിലു ലിൽ ദിക്രി എന്ന് തുടങ്ങി ഫഹുവ ഫീ സബീലില്ലാ എന്ന് പറയുന്ന ആയത്തുകൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി വായിച്ച് പഠിക്കുക. ഇനി രണ്ടാമത്തെ പൂരിപ്പിക്കാനുള്ളത്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തി ഡാഷ് ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. അപ്പോൾ അതിൻ്റെ വരികൾ വരുന്നത് ഈ പാഠത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തി എന്ന് തുടങ്ങി ആ പാരഗ്രാഫ് അവസാനിക്കുന്ന ഇലാ മാ ഹാജറ ഇലൈഹി അതുവരെയാണ് അതിൻ്റെ ആൻസർ. അടുത്തത് നുജീബു, ഉത്തരം എഴുതാം. ഇന്ന ഔവലൻ നാസി യുഖ്ല യൗമൽ ഖിയാമത്തി അലൈഹി റജുലുൻ മാദാ യുഖാലു ലഹു വമാദാ യുജീബു വമാദാ യുഫ്അലു ബിഹി. ഖിയാമത്ത് നാളിൽ ജനങ്ങളിൽ വെച്ച് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നവനോട് എന്താണ് പറയപ്പെടുക, അവൻ എന്തു മറുപടിയാണ് നൽകുക, അവനെ എന്തു ചെയ്യണമെന്നാണ് കൽപ്പിക്കപ്പെടുക. അതിൻ്റെ ഉത്തരം ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ പാരഗ്രാഫിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ന ഔവലൻ നാസു യുഖ്ല യൗമൽ ഖിയാമത്തി അലൈഹി റജുലുൻ ഉസ്തുഷ്ഹിദ തുടങ്ങിയിട്ടുള്ള വരികൾ സുമ്മ ഉമിറ ബിഹി ഫസുഹിബ അലാ വജ്ഹിഹി ഹത്താ ഉൽഖിയ ഫിന്നാർ. ആ വരികൾ വരെയാണ് ആ 1ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്കൊന്ന് വായിക്കാം. ഖിയാമത്ത് നാളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് ഷഹീദായ ഒരു മനുഷ്യനെയാണ്. അവനെ കൊണ്ടുവന്ന കിട്ടിയ അനുഗ്രഹങ്ങളെയെല്ലാം അവനെ ബോധിപ്പിക്കുമ്പോൾ അവനത് അംഗീകരിക്കും. എന്നിട്ട് ചോദിക്കും, നീ എന്താണ് ഈ അനുഗ്രഹങ്ങളെ കൊണ്ട് ചെയ്തത്? അവൻ പറയും, നിന്റെ മാർഗത്തിൽ ഷഹീദാവുന്നത് വരെ ഞാൻ യുദ്ധം ചെയ്തു. അല്ലാഹു പറയും, നീ കള്ളമാണ് പറഞ്ഞത്, നീ യോദ്ധാവാണെന്ന് പറയപ്പെടാൻ വേണ്ടി യുദ്ധം ചെയ്യുകയും അത് പറയപ്പെടുകയും ചെയ്തു. അങ്ങനെ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ വേണ്ടി കൽപ്പിക്കും. 2ാമത്തെ ചോദ്യം, അൽ ഇഖ്ലാസു മാഹുവ, ആത്മാർത്ഥത എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ പാരഗ്രാഫിലുള്ള ഫൽ ഇഖ്ലാസു ഇഫ്രാദുല്ലാഹി തആല ഫി ത്വാഅതി ബിൽ ഖസ്ദി ദൂന ഇഷ്റാഖിൻ അയ്യി ഷൈഇൻ ആഖിർ. അതുവരെയാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. മറ്റൊന്നിനെയും പങ്കു ചേർക്കാതെ ആരാധനയിലുള്ള ഉദ്ദേശത്തെ അല്ലാഹുവിനു വേണ്ടി മാത്രമാക്കുക എന്നതാണ് ആത്മാർത്ഥത. അടുത്തത് നക്തുബുൽ മാന, അർത്ഥം എഴുതാം. അൽ മഗ്നമു, ഗനീമത്ത്, സ്വത്ത് അല്ലെങ്കിൽ സമ്പത്ത് എന്നൊക്കെ പറയും. സുഹിബ, വലിച്ചു കൊണ്ടുവരിക. ജവാദ്, ധർമ്മിഷ്ഠൻ. ജാലിബത്തുൻ, വലിച്ചു കൊണ്ടുവരുന്നത്. സഈമുൻ, നേതാവ്. മാഊൻ, പരോപകാര വസ്തുക്കൾ. സാഹൂൻ, അശ്രദ്ധർ. ഉല്യ, ഉന്നതമായത്.